വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഈ ലോകത്തിൽ നമ്മെ പരിപാലിച്ച് സൂക്ഷിച്ച എല്ലാ വിധങ്ങളെ ഓർത്ത് ഇന്ന് പൽക്കാലം നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസന്മാർക്കും കടന്നു വന്ന സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വലിയൊരു നാമത്തിലുള്ള എൻ്റെ സ്നേഹബന്ധത്തെ ഞാൻ ഈ സമയത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ സങ്കീർത്തനത്തിലുള്ള ആലോചനകൾ ഇന്ന് പൽക്കാലം കർത്താവ് നമ്മെ കേൾപ്പിച്ചു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അതിൽ സന്തോഷിച്ചതായ ഒരു ഭാഗം, മാർത്തയും മറിയയും രണ്ടുപേരും ഒരേ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബലമായിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനോട് ചേർന്നാണ് താനെ 68-ാം സങ്കീർത്തനത്തിലെ 19-ാമത്തെ വാക്യം വായിച്ചത്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാൾതോറും ഓരോ ദിനം തോറും നമ്മെ പരിപാലിക്കുന്ന നല്ല കർത്താവിനെ ഓർത്ത് ഇന്ന് പലക്കാലം നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ എൻ്റെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. ആമീൻ, ആമീൻ. കേൾപ്പിച്ച നല്ല വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നല്ല പിതാവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വചനം അങ്ങയുടേതാവണു. അല്ലെങ്കിൽ സൃഷ്ടിപ്പാൻ തക്കോണം കർത്താവിനെ ബലപ്പെടുത്തണം. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ തക്കോണം ഇന്ന് പാൽക്കാലം ഇടയാക്കണം. അടിയനെ ശക്തീകരിക്കണം. ദൈവനാമം ഇന്ന് പാൽക്കാലം മഹത്വം എടുക്കട്ടെ. കൃപയിൽ സൂക്ഷിക്കണം. പ്രാർത്ഥികനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ഹല്ലേലൂയ വചനമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ വായിക്കുന്ന ഒന്നുകൂടി. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോടെ എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുവേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു ജീവിതത്തിൽ ഒരു എതിർപ്പ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഇന്ന് പൽക്കാലം നാം മനസ്സിലാക്കണം. എഫേസ്യർക്ക് ലേഖനം എന്ന് പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് വേണ്ടി എഴുതിയതാണെന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. 21 ലേഖനങ്ങളിൽ ഹല്ലേലൂയ, ലേഖനമുള്ളതിൽ ഹല്ലേലൂയ രാജ്ഞി എന്ന പേരിനാൽ വിളിക്കപ്പെടുവാൻ തക്കോണം ഈ എഫേസ്യർ ലേഖനത്തെ ഹല്ലേലൂയ ദൈവിക പണ്ഡിതന്മാർ അതിനെ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഉള്ള പ്രബോധനം സഭയോടുള്ള പ്രബോധനമാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഹല്ലേലൂയ ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് പറയുവാൻ തക്കോണം ഇടയായിട്ടുള്ളത്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 6 അധ്യായമുള്ള ഈ ലേഖനം ഹല്ലേലൂയ നമ്മുടേതായ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടേതായ ഹല്ലേലൂയ സഭയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ അത് അനുഗ്രഹമായി ഹല്ലേലൂയ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെപ്പറ്റി നല്ല വ്യക്തമായി വിവരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നിവാസമായ സഭയെപ്പറ്റി അവിടെ ഹല്ലേലൂയ പ്രതിപാദിച്ചിരിക്കുന്നു. 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ക്രിസ്തുവിൻ്റെ മർമ്മമായ സഭയെപ്പറ്റി ഹല്ലേലൂയ പ്രതിപാദിച്ചിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ പൊതു മനുഷ്യനായ സഭയെപ്പറ്റി, ഒരു പുതു മനുഷ്യനായ സഭയെപ്പറ്റിയുള്ള വലിയ വിവരണം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നിർമ്മല കന്യകയാണ് സഭ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം വായിച്ചത് 6-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണല്ലോ. നന്ദിയോടെ ദൈവസ്തുതി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവിക ശക്തി ഹല്ലേലൂയ അതാണ് നാം പ്രാപിക്കേണ്ടത്. ദൈവം അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും
സർവ്വത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ ശക്തി നാം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവിക ശക്തി എന്ന് പോൽക്കാലം നാം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണം. നാം തിരുവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഈ ദൈവിക ശക്തി പല രൂപത്തിലും പല ഭാവത്തിലും പ്രത്യക്ഷമായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നാം ഉൽപ്പത്തി മുതൽ ഹല്ലേലൂയ വായിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മുടെ പൂർവ്വ ഹല്ലേലൂയ ദാസന്മാരുടെ മേൽ ഈ ശക്തി പകർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശൗലിന്മേൽ ദൈവശക്തി പകർന്നു. ഹല്ലേലൂയ ദാവീദിന്മേൽ ദൈവശക്തി പകർന്നു. ഹല്ലേലൂയ ശിംശോനിന്മേൽ ദൈവശക്തി പകർന്നു. ഹല്ലേലൂയ ഒരു സമയങ്ങളിൽ അവർ ആ ശക്തി ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ നാം ഹല്ലേലൂയ വേദവചനം പഠിക്കുമ്പോൾ അവരിതൊക്കെയും കളഞ്ഞു വിളിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നാം ഇവിടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ ആ ദൈവശക്തി ഹല്ലേലൂയ നമ്മളിലേക്ക് പകരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ യെഹെസ്കേൽ എഴുതിയ ലേഖനം 36-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെഹെസ്കേൽ 36:27. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലാക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവമാണ്. ഹല്ലേലൂയ പൂർവ്വപിതാക്കന്മാരുടെ മേൽ പകർന്ന ശക്തി അത് നമ്മളുടെ മേൽ അത് ഉള്ളിലാക്കി തന്ന് നമ്മെ പരിപാലിക്കുന്നു. നന്ദിയുടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഉള്ളിൽ ലഭിച്ച ദൈവശക്തി ലഭിച്ചവർക്ക് ഹല്ലേലൂയ ദൈവ കൃപ അനുഭവിച്ച നല്ല ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ തക്കോണം ഇടയാകുന്നുണ്ട്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹഗ്ഗായി പ്രവചനത്തിൽ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹഗ്ഗായി പ്രവചനം 2:5. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട അല്ലെങ്കിൽ ജനത്തിൻ്റെ ഹല്ലേലൂയ കർത്താവിന് ഇടയിൽ വസിക്കൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ ദൈവാത്മാവ് ഹല്ലേലൂയ നമ്മുടെ മേൽ വരുന്നു. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ അത് വ്യാപരിക്കുന്നു, നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ കർത്താവിൻ്റെ ആത്മാവ് ഇടയിൽ വ്യാപരിച്ചാൽ അവിടെ പ്രതികൂലങ്ങൾ വിടുവിപ്പെടുവാൻ തക്കവണ്ണം ആകും. അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തോട് ഉള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിൽ ദൈവശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചാൽ അവിടെ പ്രശ്നങ്ങളില്ലാതെ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകും. രണ്ട് സഭകളുടെ ഇടയിൽ ദൈവശക്തി പ്രവർത്തിച്ചാൽ അവിടെ മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഇടയാകും. ഇന്ന് നാം നോക്കുമ്പോൾ അല്ലെങ്കിൽ പലയിടത്തും പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ഈ ദൈവശക്തി നഷ്ടപ്പെട്ടു പോയതാണ്. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഈ ദൈവശക്തി നമ്മുടെ ഇടയിൽ പാർത്താൽ ഹല്ലേലൂയ അത് നമ്മെ ഹല്ലേലൂയ യഥാർത്ഥമായി നടത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാവുന്ന വാക്യമാണ്. 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ആമേൻ നമ്മുടെ നടുവിൽ വസിക്കുന്ന ഒരു ഹല്ലേലൂയ ശക്തി. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ പോകുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ കഴിവുള്ള ഒരു ദൈവിക ശക്തി ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം അത് പ്രാപിച്ച് ഇവിടുന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ നമ്മുടെ മേൽ വസിക്കുന്ന ദൈവശക്തി, നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്ന ദൈവശക്തി, നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവശക്തി. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവശക്തിയാണ് നമ്മെ നടത്തുന്നത്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവൾക്കെയും പല വിധമായ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വരുന്നത് ഈ ദൈവശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ആരാധനയ്ക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കൂട്ടായ്മയിൽ കടന്നു വരുന്നു. അവിടെ കടന്നു വരുമ്പോൾ പ്രാപിക്കുന്ന ദൈവശക്തിയല്ല. നാം ഏത് സ്ഥാനത്തായിരുന്നാലും ഈ ദൈവശക്തി അനുഭവിപ്പാൻ തക്കോണം നമുക്ക് സാധിക്കണം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം
ചെയ്യുന്നു. നമ്മെ അതിൽ വിടുവിക്കുന്നൊരു കർത്താവുണ്ട് നമ്മുടെ കൂടെ. അന്ന് സ്തോത്രം ചെയ്യുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ ബലത്തിൽ ശക്തിപ്പെടുവീൻ. പിശാചത്തെ നിങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വാധിവർഗം ധരിച്ചു കൊള്ളുവീൻ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ്റെ പോരാട്ടങ്ങൾ അവൻ്റെ കൂടപ്പറപ്പാണ്. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സർവ്വായുധ വർഗം ദൈവത്തിന് ലഭിച്ചിട്ടുള്ള സർവ്വായുധ വർഗം ധരിപ്പാൻ തക്കവണ്ണം നാം പ്രാശസ്തരാണ്. താഴോട്ട് നാം വായിക്കുമ്പോൾ അവിടെ 7 സർവ്വായുധ വർഗത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ താഴോട്ട് വായിക്കും ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോടുമത്രേ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളല്ല നമുക്ക് പ്രതികൂലമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ നമ്മെ വിശ്വാസത്തിൻ്റെ വേർതിരിക്കുവാൻ തക്കവണ്ണം അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവശക്തി നമ്മുടെ മേലില്ല എങ്കിൽ ആ ശക്തി നമ്മളിലേക്ക് കടന്നു വിടാൻ തക്കവണ്ണം ഇടയാകും. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നുവെങ്കിലും അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 50 വർഷത്തോളമായി. എന്നാൽ ഇതിനിടയ്ക്ക് ചില വർഷങ്ങൾ പിന്മാറ്റ അവസ്ഥയിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി. അല്ലെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ കൂട്ടുകാരാണ്. ഞാൻ സൗദിയിൽ കടന്നു ചെന്ന ശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹകരിക്കുന്ന എല്ലാവരും, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു ക്രിസ്ത്യാനി. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ കൂടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന 2 റൂമിലായിട്ട് 10-14 പേരാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരുടേതായ പ്രവർത്തനങ്ങൾ നിമിത്തം ഞാൻ പിന്മാറ്റ അവസ്ഥയിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി. നിങ്ങൾക്കറിയണോ, അതിൽ നിമിത്തം എൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ വിഷയതായ ആ ഒരു വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ആ സമയങ്ങളിൽ അനേകരെ ഞാൻ സൗദിയിലേക്ക് വിസ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അവർ അവസാനമായി എനിക്കൊരു വലിയ നഷ്ടം സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി. വിസയുടെ പ്രോഗ്രാമിൽ ഒരു സൗദി അടുത്തുനിന്ന് കുറച്ച് വിസ വാങ്ങിച്ച് 25 ലക്ഷം രൂപ നമ്മുടെ ഇന്ത്യയിൽ 25 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. എന്താണിത് സംഭവിക്കാൻ കാരണം എന്നറിയുമോ? ഞാൻ പിന്മാറ്റ അവസ്ഥയിലേക്ക് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോകത്തില്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ദൈവം എന്നെ ശരിക്കും അടിക്കുവാൻ തക്കവണ്ണം ഇടയായി. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം മനസ്സിലാക്കണം, ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാതോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതോ ദൈവീയ വ്യവസ്ഥ പ്രകാരം ജീവിക്കാതോ ഇരുന്നാൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ അടി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. ചിലർക്ക് രോഗങ്ങളായിരിക്കും വരുന്നത്, ചിലർക്ക് മറ്റേതെങ്കിലും രീതിയിലായിരിക്കും. പക്ഷേ എനിക്ക് സംഭവിച്ചത് എൻ്റെ ധനനഷ്ടമായിരുന്നു. 25 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അതിൽ വലിയ പലവിധമായ പ്രയാസങ്ങൾ അതിൽ നിന്ന് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു 2 വർഷക്കാലം ചെലവിന് പോലും പൈസ അയച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായില്ല. കാരണം കടം വീട്ടണമല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ തക്കവണ്ണം ഇടയായി. പിന്മാറ്റ അവസ്ഥയിൽ കടന്നു പോയാൽ ദൈവം നമ്മെ നല്ല ശരിക്കും അടിക്കും. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ശക്തി പ്രാപിച്ച് ദൈവസന്നിധിയിൽ ബലപ്പെട്ട ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ ദൈവം നമ്മെ ഉയർത്തും. ഹല്ലേലൂയ. മടങ്ങി വരുവാൻ തക്കവണ്ണം എനിക്കൊരു സാഹചര്യമുണ്ടായി. ഹല്ലേലൂയ. അതിന് പ്രധാന കാരണം എൻ്റെ ഭാര്യ തന്നെയാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന നിമിത്തം ഞാൻ മടങ്ങി വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണമായി. നല്ല ശരിക്ക് കരഞ്ഞു. ഹല്ലേലൂയ. കടന്ന് കരഞ്ഞു. മുട്ടുമേൽ നിന്ന് കരഞ്ഞു. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ അകറ്റണമെന്ന് പറഞ്ഞു. പുതിയ വഴികളെ തുറന്നു കർത്താവേ. ഹല്ലേലൂയ. 17 വർഷക്കാലം ഞാൻ ജോലി ചെയ്തതിൻ്റെ കമ്പനി എനിക്ക് സെറ്റിൽമെൻറ്റ് തരുവാൻ തക്കവണ്ണയിടയായി. ആ സെറ്റിൽമെൻറ്റ് കൊടുത്തിട്ട് ഞാൻ കടം വീട്ടി. എനിക്കറിയാം, എൻ്റെ കൂടെ ഇതുപോലെ സംഭവിച്ച ആൾക്കാർ അവിടെ തൂങ്ങി മരിച്ചായിട്ടുള്ള അനേകരുണ്ട്. കാരണം പൈസ കൊടുക്കാൻ കടം ഇല്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങനെ തൂങ്ങി മരിച്ച അനേക സഹോദരങ്ങളെ എനിക്കറിയാം. എന്നാൽ ദൈവം എനിക്കൊരു വഴി തുറന്നു. ഹല്ലേലൂയ. എൻ്റെ സെറ്റിൽമെൻറ്റ് എനിക്ക് ലഭിച്ചു. ഞാൻ അതിൽ നിന്ന് ഈ കടം വീട്ടുവാൻ തക്കവണ്ണയിടയായി. ഹല്ലേലൂയ. ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല ശരിക്ക് കരഞ്ഞു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ചു. എന്നെ കർത്താവ് വിടുവിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിപ്പാൻ തക്കവണ്ണയിടയായി. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. ഹല്ലേലൂയ. ഒരു ദൈവത്തിനെ നശിപ്പിക്കേണ്ടതിന് ചുറ്റുപാടും എപ്പോഴും ഹല്ലേലൂയ അവനെതിരായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തി ഇന്ന് ലോകത്തിലുണ്ട്. നന്ദിയുടെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ
പ്രാപിക്കണമെങ്കിൽ ഈ ദൈവശക്തി ഇല്ലാതെ നമുക്ക് പ്രാപിപ്പാൻ തക്കോണം കഴിയുകയില്ല. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ആദിഭാവം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അഭിനബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ എന്ന് എഴുതിയിരിക്കുന്നതിന് ചില ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം അത് വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-ാമത്തെ വാക്യം വരെ അതിനൊരു പ്രത്യേക വിവരണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒടുവിൽ അല്ലെങ്കിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില 10 ആൾക്കാരെ അവിടെ വിളിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 10 ആൾക്കാരെ അല്ലെങ്കിൽ അവിടെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ആദ്യമായി കാണുന്നു 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ അല്ലെങ്കിൽ 6-9 വരെ അവിടെ 22-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അഭിനത്തിലും ശക്തിപ്പെടുവീൻ എന്ന് എഴുതിയിട്ട് ഹല്ലേലൂയ ഭാര്യമാരെ ഓർത്ത് ഹല്ലേലൂയ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭാര്യമാരെ ഹല്ലേലൂയ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. എന്നാൽ അവിടെ ഹല്ലേലൂയ എൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അഭിനബലത്തിലും ശക്തിപ്പെടേണ്ടത് ഹല്ലേലൂയ നാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ കൂടെ ആയിരിക്കണം. അതിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താഴോട്ട് നാം വായിക്കുമ്പോൾ അവിടെ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. ഹല്ലേലൂയ. ഒരു കുടുംബ ജീവിതത്തിൽ വേണ്ടതായ ആലോചന ഹല്ലേലൂയ ഈ അധ്യായങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അവിടെ അല്ലെങ്കിൽ നാം പറയുവാൻ തക്കൊണ്ട് സാധിച്ചല്ലോ. ഹല്ലേലൂയ. സഭ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആണ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഓരോന്നോരോന്നായി വിവരിക്കുവാൻ ഹല്ലേലൂയ സാധിക്കുമെന്നാൽ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം ഈ സമയങ്ങളിലെ തലമുറകൾ എങ്ങനെയാണ് പോകുന്നതെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അനേക കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ അടിമയിൽപ്പെട്ട് ഹല്ലേലൂയ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്ക് ഒന്നും ഒരു ഇതില്ല. ഹല്ലേലൂയ. 10-ാം ക്ലാസ് ജയിച്ചില്ലെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അങ്ങനെ പലതുമായ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ തലമുറകൾ കടന്നു പോകുന്നത്. നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. അനേക സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു ഹല്ലേലൂയ പൈതൻ്റെ വിവരം ഇങ്ങനെ കേൾക്കുവാൻ തക്കോടിയായി. ഗൾഫിലെ മാതാപിതാക്കൾ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു. മകനെ എറണാകുളത്തേക്ക് പഠിക്കുവാൻ വിട്ടു. അവൻ്റെ പഠനത്തോളം മനത്തിൽ അവിടെ ആയിരുന്നു. ഇവരെ ശ്രദ്ധിക്കുന്നു, വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ആ പൈതൽ മയക്കുമതിൻ്റെ അടിമയിൽപ്പെട്ട് ഹല്ലേലൂയ മറ്റേ കൂട്ടുകാരോട് ചേർന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്നത് അവർ അറിഞ്ഞില്ല. അതിൻ്റെ ലാസ്റ്റ് ഗേജിലാണ്, ലാസ്റ്റ് മൂമെൻറ്റിലാണ് മാതാപിതാക്കൾ ഈ വിവരം അറിയുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലല്ല, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ പ്രെയർ ഗ്രൂപ്പിലെ ഒരു പ്രാർത്ഥനാ വിഷയം അവർ അവിടെ നിന്ന് പറയുവാൻ തക്കോടിയായി. എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ കരച്ചിൽ കേട്ടാൽ സങ്കടം തോന്നും. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ വീണ്ടെടുപ്പിനായി അല്ലെങ്കിൽ എൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടൊരു പ്രാർത്ഥനാ വിഷയം കേൾക്കുവാൻ തക്കോടിയായി. അല്ലെങ്കിൽ നാം ചിന്തിക്കുന്നത് പോലെയല്ല. നമ്മുടെ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെങ്കിൽ ഹല്ലേലൂയ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ദൈവവചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകൾ രക്ഷപ്പെടുവാൻ തക്കോണം ഇടയാകത്തുള്ളൂ. ഹല്ലേലൂയ. പിതാക്കന്മാരെ അല്ലെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ഹല്ലേലൂയ. പിതാക്കന്മാരെ എന്നവിടെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ അത് മാതാക്കൾക്കും ഉള്ള ഒരു ആലോചനയാണ്. അല്ലെങ്കിൽ മക്കളെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആൺമക്കളെ പെൺമക്കളെ എന്ന് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദാസന്മാരെ അല്ല ജഡപ്രകാരമുള്ള ആ യജമാനന്മാരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും പ്രയലോടും അനുസരിപ്പീൻ. ഹല്ലേലൂയ. ദാസന്മാരെ ദാസിമാരെ നാം ഓരോരുത്തരും കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരുമാണ്.
ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജഡപ്രകാരമുള്ള യജമാനെ സേവിപ്പാൻ ദാസനും ദാസിക്കും കഴിയുന്നുവെങ്കിൽ നമ്മുടെ വലിയവനായ കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്കൊക്കെയും ഒഴിക്കുകയും ചെയ്യുവീൻ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് പലക്കാലം അത് മനസ്സിലാക്കുവാൻ തക്കോളം ഇടയാകണം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവകരം നമ്മോട് കൂടി നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ഈ ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ ഞാൻ സർവായുധവർഗത്തെ പറ്റി പറയുവാൻ തക്കൊണ്ടിയായല്ലോ. താഴോട്ട് നാം വായിക്കുമ്പോൾ സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുശക്തനായ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കൊടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പേൻ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് രക്ഷയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ഹല്ലേലൂയ നന്ദിയോടെ അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ ശ്രദ്ധ കാണിപ്പീൻ. ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് ഈ എഫെസ്യർ ലേഖനത്തിൽ 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ അവിടെ പറഞ്ഞതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ 1 മുതൽ 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ സൃഷ്ടി പ്രകാശിക്കേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 3-ാം അധ്യായത്തിൻ്റെ 14-19 വായിക്കുമ്പോൾ അവിടെ അകത്തെ മനുഷ്യന് ഹല്ലേലൂയ ശക്തി പ്രാപിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവദാസനായ അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവരുടെ ഹല്ലേലൂയ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അവസാന ഭാഗങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, അവർക്ക് നമ്മളൊരു പ്രാർത്ഥന വിഷയം അവരോട് പറഞ്ഞാൽ അവർ സൂക്ഷ്മമായി പ്രാർത്ഥിച്ചിരിക്കും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നാമും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഒരു വിഷയം പാസ്റ്ററെ ഏൽപ്പിച്ചിട്ട് നാം വീട്ടിലിരുന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ചിന്തയിലായിരിക്കരുത്. ഹല്ലേലൂയ, നിങ്ങളും പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ, അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ വായിച്ചല്ലോ, പ്രാർത്ഥനയിൽ പൂർണ്ണ ശ്രദ്ധ കാണിപ്പീൻ. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എല്ലാ ദിവസവും ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന പോകുന്നത്. ഞാൻ പലപ്പോഴും എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, അനേക ദൈവജനമുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ. അല്ല, അവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്, അല്ലാതെ ഞങ്ങളുടേതായ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല. എന്നാൽ ഞങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിപ്പാൻ അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് നാം പാട്ടിൽ കൂടി പാടി കേൾക്കുന്നുണ്ടല്ലോ. നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ എപ്പോഴും സന്തോഷം. അത് 1 അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം, നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ, എപ്പോഴും സന്തോഷിപ്പാൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, ഹല്ലേലൂയ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനാണ്. നന്ദിയുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദിവസത്തിൽ നമ്മെ തന്നെ കാലം സമർപ്പിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കട്ടെ. സമയങ്ങൾ കണ്ടെത്തി പ്രാർത്ഥിപ്പാൻ തക്കനിടയാകണം. ആരും ഹല്ലേലൂയ എനിക്ക് സമയമില്ല പ്രാർത്ഥിപ്പാൻ എന്നുള്ള വാചകം പറയാതെ ഹല്ലേലൂയ നാം സമയം കണ്ടെത്തി പ്രാർത്ഥിപ്പാൻ തക്കനിടയാകണം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രാർത്ഥന ഹല്ലേലൂയ ജീവിതം എനിക്ക് ഹല്ലേലൂയ തുടർമാനമുള്ള പ്രാർത്ഥനാ ജീവിതം എൻ്റെ വാഹനത്തിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അനേക ദീർഘ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. കമ്പനിയിൽ
അവിടെ ഹല്ലേലൂയ ആ സമയത്ത് മണിക്കൂറുകളോളം എനിക്ക് വാഹനത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കോണം ഇടയാകും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ ഒരു 4-5-6 മണിക്കൂർ അല്ലെങ്കിൽ വാഹനത്തിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം ഇടയായിട്ടുണ്ട്. അല്ലെങ്കിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ മാതാപിതാക്കൾ ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം ഇടയാകും. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിഫലം തരുന്നൊരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നേടണമെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ച് അത് ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇങ്ങനെ ഒരു വാക്യമുണ്ടാകിയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനെ സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊള്ളുവീൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം, ദൈവശക്തി പ്രാപിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ശക്തി നമ്മുടെ മേൽ പകരുവാൻ, നമ്മുടെ ഉള്ളിലായിത്തീരുവാൻ, നമ്മുടെ നടുവിൽ നടക്കുവാൻ, നമ്മുടെ കൂടെ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വനശിഷ്യയിൽ നിന്ന് ഇരുന്നോളും.